1000 രൂപയ്ക്ക് മുകളിലുള്ള മർച്ചന്റ് UPI ഇടപാടുകൾക്ക് സർചാർജ് ഏർപ്പെടുത്തി സർക്കാർ. എല്ലാ ഇടപാടുകൾക്കും ഇത് ബാധകമാകില്ലെന്നാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI പുറപ്പെടുവിച്ച സർക്കുലർ പറയുന്നത്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിലെ മർച്ചന്റ് ഇടപാടുകൾക്ക് പ്രീപെയ്ഡ് പേയ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് PPI ഫീസ് നിർദ്ദേശിക്കുന്നു എന്നാണ് സർക്കുലർ. ഏപ്രിൽ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. എന്നാൽ വ്യക്തികൾ തമ്മിലോ വ്യക്തികളും കടക്കാരും തമ്മിലോ ഉള്ള ഇടപാടുകൾക്ക് ചാർജ് നൽകേണ്ടി വരില്ല. പ്രീപെയ്ഡ് ഇൻസ്ട്രുമെന്റ്സായ കാർഡ്, വാലറ്റ് തുടങ്ങിയവ ഉപയോഗിച്ച് കടക്കാർ നടത്തുന്ന പണമിടപാടുകൾക്കാണ് ഇന്റർചേഞ്ച് ഫീസ് ഏർപ്പെടുത്തുക. ഇടപാട് മൂല്യത്തിന്റെ 1.1% ട്രാൻസാക്ഷൻ ചാർജായി ഏർപ്പെടുത്താനാണ് UPI പേയ്മെന്റ് ഭരണസമിതി തീരുമാനം. ഇടപാടുകൾ സ്വീകരിക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും അംഗീകാരം നൽകുന്നതിനുമുള്ള ചെലവുകൾക്കായിട്ടാണ് ഇന്റർചേഞ്ച് ഫീസ് ഈടാക്കുന്നത്. ഇത് ഇടപാട് ചെലവേറിയതാക്കാൻ സാധ്യതയുണ്ട്. ഇന്ധനത്തിന് 0.5%, ടെലികോം, യൂട്ടിലിറ്റികൾ, പോസ്റ്റ് ഓഫീസ്, വിദ്യാഭ്യാസം, കൃഷി, സൂപ്പർ മാർക്കറ്റിന് 0.9%, മ്യൂച്വൽ ഫണ്ടുകൾ, സർക്കാർ, റെയിൽവേ, ഇൻഷുറൻസ് എന്നിവയ്ക്ക് 1% എന്നിങ്ങനെയാണ് ഇന്റർചേഞ്ച് ഫീസ് ഈടാക്കുന്നത്.